In this short video, we are discussing about acids and alkalis. The introduction work to the chapter is the making of hibiscus paper. Rub thoroughly a hibiscus flower on the both sides of a piece of white paper. Remove all traces of the flower sticking on it after it is dried. Using scissors, cut the paper into long and narrow strips. This can be called hibiscus paper. വളരെ സാധാരണയായി ലഭിക്കുന്ന ചെമ്പരത്തി പൂ എടുത്ത് പേപ്പറിൻ്റെ ഇരുവശത്തും നന്നായി ഉരച്ചു പിടിപ്പിക്കും. പൂവിൻ്റെ അംശങ്ങൾ പേപ്പറിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്യുക. കത്രിക ഉപയോഗിച്ച് ഇതിനെ നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. ഇതിനെ നമുക്ക് ചെമ്പരത്തിപ്പൂ ഉരച്ച കടലാസ് ആയി പരീക്ഷണങ്ങൾക്കായി ഉപയോഗിക്കാം. ലൈക്ക് ദ ഹിബിസ്കസ് പേപ്പർ that we are made in laboratories, litmus paper are used to identify acids and bases. The main use of litmus paper is to test whether a solution is acidic or basic. Blue litmus paper turns red under acidic conditions and red litmus paper turns blue under basic or alkaline conditions. They are available in red and blue colors. ലിറ്റ്മസ് പേപ്പറുകളുടെ പ്രധാനപ്പെട്ട ഉപയോഗം ഒരു ലായനി ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. നീല ലിറ്റ്മസ് പേപ്പർ ആസിഡ് ലായനികളിൽ ചുവപ്പ് നിറമായി മാറുന്നു. ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ആൽക്കലി ലായനികളിൽ നീല നിറമായി മാറുന്നു. നീല, ചുവപ്പ് എന്നീ രണ്ട് നിറങ്ങളിലും ലിറ്റ്മസ് പേപ്പറുകൾ നമുക്ക് ലഭ്യമാണ്. വാട്ട് ആർ ആസിഡ്സ്? ലെമൺ ജ്യൂസ്, ബട്ടർ മിൽക്ക്, ടാമറിൻഡ്, വിനേഗർ എക്സെട്ര contain certain acids. Litmus paper is red in acid. All acids have sour taste. Acids present in food substances are weak. Hydrochloric acid, nitric acid, sulfuric acid, etc., which are used in the laboratory are strong acids. നാരങ്ങവെള്ളം, മോരുവെള്ളം, പുളിവെള്ളം, വിനാഗിരി തുടങ്ങിയവയിലെല്ലാം ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ലിറ്റ്മസ് പേപ്പർ ഇത്തരം ലായനികളിൽ മുക്കുമ്പോൾ ചുവപ്പ് നിറമായി മാറുന്നു. എല്ലാ ആസിഡുകൾക്കും പുളിരുചിയുണ്ട്. ഭക്ഷ്യപദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകൾക്ക് വീര്യം കുറവാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ശക്തിയേറിയ ആസിഡുകളാണ്. നോട്ടീസ് ദിസ് ടേബിൾ. ദിസ് ടേബിൾ ഈസ് ഓൺ ഫുഡ് സബ്സ്റ്റൻസസ് ആൻഡ് ദ ആസിഡ് പ്രസന്റ് ഇൻ ദം. ഇൻ ബട്ടർ മിൽക്ക്, ലാക്റ്റിക് ആസിഡ് ഈസ് പ്രസന്റ്. വിനേഗർ, it is acetic acid. Tamarind, it is tartaric acid. Lemon, it is citric acid. Apple, it is malic acid. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയ ആസിഡുകളുടെ പട്ടിക നമുക്കൊന്ന് പരിശോധിക്കാം. തൈര് അഥവാ മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വിനാഗിരി അഥവാ സുർക്കയിൽ അസറ്റിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു. പുളിവെള്ളത്തിൽ ടാർട്ടാറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. നാരങ്ങ വെള്ളത്തിൽ സിട്രിക് ആസിഡ് അടങ്ങി. ആപ്പിളിൽ മാലിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു. ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടാറില്ലേ? കാരണം ഉറുമ്പിൽ ഫോർമിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഉറുമ്പ് കടിക്കുമ്പോൾ ഫോർമിക് ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. നൗ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ പ്രിക്കോഷൻസ് ഓൺ handling chemicals. Do not taste them. Do not touch the chemicals. Do not try to smell them. Do not let it fall on the body. Use a dropper while transferring acid from the bottle. While diluting an acid, pour small quantities of acid slowly into water taken in a beaker and stir well. Use a holder to hold a test tube.
രാസവസ്തുക്കൾ ലബോറട്ടറികളിൽ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കലും അവയെ രുചിച്ചു നോക്കാൻ ശ്രമിക്കരുത്. നേരിട്ട് കൈകൊണ്ട് സ്പർശിക്കരുത്. അവ മണത്തു നോക്കാനും ശ്രമിക്കരുത്. രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അവ നമ്മുടെ ശരീരത്തിൽ അതുപോലെ വസ്ത്രങ്ങളിലും ആകാതെ ശ്രദ്ധിക്കണം. ആസിഡുകളെ ഒരു കുപ്പിയിൽ നിന്നും പരീക്ഷണത്തിന്റെ ആവശ്യത്തിനു വേണ്ടി മാറ്റുമ്പോൾ ഡ്രോപ്പർ ഉപയോഗിക്കുക. ആസിഡുകളെ നേർപ്പിക്കുന്ന സമയത്ത് ചെറിയ അളവിൽ ആസിഡിനെ വെള്ളത്തിലേക്ക് ചേർത്ത് ആണ് നേർപ്പിച്ചെടുക്കേണ്ടത്. എപ്പോഴും പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ ടെസ്റ്റ് ട്യൂബ് പിടിക്കുന്നതിന് വേണ്ടി ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ ഉപയോഗിക്കണം. Now we can discuss about the acids and metals. We can do a small experiment. Take a little dilute hydrochloric acid in a test tube and put a piece of zinc into it. What do you see? Close the mouth of the test tube with the thumb for some time. Hold a lighted matchstick at the mouth of the test tube and remove the thumb. What happened? ആസിഡുകളും ലോഹങ്ങളും തമ്മിലുള്ള പ്രവർത്തനം നമുക്ക് ശ്രദ്ധിക്കാം. അല്പം ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. അതിലേക്ക് 1-2 കഷ്ണം സിങ്ക് ചേർക്കുക. എന്താണ് കാണാൻ സാധിക്കുന്നത്? ടെസ്റ്റ് ട്യൂബിൽ നുരയും പതയും ഒക്കെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ടെസ്റ്റ് ട്യൂബിന്റെ വായ് ഭാഗം നമ്മുടെ തള്ളവിരൽ ഉപയോഗിച്ച് അടച്ചു പിടിക്കുക. ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച് ടെസ്റ്റ് ട്യൂബിന്റെ വായ് ഭാഗത്ത് കാണിച്ച ശേഷം വിരൽ മാറ്റി നോക്കൂ. എന്താണ് കാണാൻ സാധിക്കുന്നത്? When dilute hydrochloric acid reacts with zinc, hydrogen is produced. Hydrogen is inflammable. Hydrogen gas evolves from the test tube and burns with a low noise when lighted. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഹൈഡ്രജൻ കത്താൻ കഴിയുന്ന വാതകമാണ്. ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ഗ്യാസ് ജ്വാലയിൽ കാണിക്കുമ്പോഴാണ് പൊട്ടൽ ശബ്ദത്തോടു കൂടി അത് കത്തുന്നത്. ദ മീനിങ് ഓഫ് ദ വേർഡ് ഹൈഡ്രജൻ ഈസ് വാട്ടർ പ്രൊഡ്യൂസിങ് ആൻഡ് ഇറ്റ് ഈസ് ഇൻവെന്റഡ് ബൈ ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. ഇത് കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ദ പിക്കിൾസ് ആർ കോമൺലി യൂസ് ആർ ആസിഡിക് ഇൻ നാച്ചർ. Are they stored in the metal containers? Metal containers are not used to store food and substances containing tamarind, buttermilk, vinegar, lemon juice and pickles. Some of the substances produced by the reaction of metal with acid can cause health problems. നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന അച്ചാറുകൾ സാധാരണയായി ആസിഡ് സ്വഭാവം ഉള്ളവയാണ്. ഇവയെ നമ്മൾ ലോഹപാത്രങ്ങളിൽ സൂക്ഷിക്കാറുണ്ടോ? ലോഹപാത്രങ്ങൾ ആസിഡ് ഗുണമുള്ള പുളിവെള്ളം, മോര്, വിനാഗിരി, നാരങ്ങവെള്ളം, വിവിധ അച്ചാറുകൾ എന്നിവ സൂക്ഷിക്കാൻ സാധാരണയായി ഉപയോഗിക്കാറില്ല. കാരണം അവ ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുമായി പ്രവർത്തിക്കുകയും ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. We can do another experiment. Egg shell in the acid. Take dilute sulfuric acid in a test tube and add piece of egg shell into it. Bring a lighted matchstick above the test tube. What happened? അടുത്തതായി നമുക്ക് കോഴിമുട്ടയുടെ തോടും ആസിഡും ഉപയോഗിച്ചുള്ള ഒരു പരീക്ഷണം ചെയ്യാം. അല്പം സൾഫ്യൂരിക് ആസിഡ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. അതിനുശേഷം കോഴിമുട്ടയുടെ തോട് ഇതിലേക്ക് പൊടിച്ചു ചേർക്കുക. എന്താണ് കാണാൻ സാധിക്കുന്നത്? ഒരു കത്തുന്ന മെഴുകുതിരി ടെസ്റ്റ് ട്യൂബിന്റെ വായ് ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നോക്കൂ. എഗ്ഷെൽ, ചോക്ക് ആൻഡ് മാർബിൾ contain calcium carbonate. When acids react with carbonates and bicarbonates, carbon dioxide is produced. Carbon dioxide is a gas which extinguishes fire. കോഴിമുട്ടയുടെ തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ കാൽസ്യം കാർബണേറ്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. എല്ലാ ആസിഡുകളും കാർബണേറ്റുകളുമായും ബൈകാർബണേറ്റുകളുമായും പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. കാർബൺ ഡയോക്സൈഡിന് തീ കെടുത്താനുള്ള കഴിവുണ്ട്. ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്.
Blue litmus changes into red. All acids have sour taste. Acids react with metals to produce hydrogen. Acids reacts with carbonates or bicarbonates to produce carbon dioxide. എല്ലാ ആസിഡുകളും നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കി മാറ്റുന്നു. മിക്ക ആസിഡുകൾക്കും പുളിരുചിയുണ്ട്. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു. ആസിഡുകൾ കാർബണേറ്റുകളുമായോ ബൈകാർബണേറ്റുകളുമായോ പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുന്നു. യു ക്യാൻ മേക്ക് എ മിനി ഫയർ എക്സ്റ്റിംഗ്വിഷർ മോഡൽ അറ്റ് യുവർ ഹോം വിത്ത് ബേക്കിംഗ് സോഡ ആൻഡ് വിനേഗർ. വീട്ടിൽ ലഭ്യമാകുന്ന അപ്പക്കാരം, വിനാഗിരി എന്നിവ ഉപയോഗിച്ച് തീ കെടുത്താനുള്ള ഉപകരണത്തിൻ്റെ ഒരു മാതൃക നിർമ്മിച്ചു നോക്കൂ. ബേക്കിംഗ് സോഡ contains sodium bicarbonate and the vinegar used is acetic acid. When they both react, carbon dioxide is produced and carbon dioxide extinguishes the fire. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ് ആണ്. വിനാഗിരി അസറ്റിക് ആസിഡും. അസറ്റിക് ആസിഡും സോഡിയം ബൈകാർബണേറ്റും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. കാർബൺ ഡയോക്സൈഡിന് തീ കെടുത്താനുള്ള കഴിവുണ്ട്.